ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ഓപ്ഷൻ, റൈറ്റ് സൈഡിൽ കാണുന്ന വാച്ച് ലിസ്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് ന്യൂസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഈ ഒരു മെനു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ, ക്രിപ്റ്റോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ധാരാളം സ്റ്റോക്കുകളോ ക്രിപ്റ്റോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പ്ലസ് ബട്ടണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് അറിയാം, റിലയൻസ്. റിലയൻസ് റിലയൻസ് പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്, റിലയൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, റിലയൻസ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സി ഫുൾ ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഫുൾ ചാർട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് റിലയൻസിൻ്റെ ചാർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ പല ലെവൽസും കാര്യങ്ങളൊക്കെ ഞാൻ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അഗൈൻ ഇവിടെ പലതരത്തിലുള്ള ക്യാൻഡിലുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല എന്താണ് കാര്യങ്ങളെന്ന്. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ചാർട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതും ഒരു ചാർട്ടാണ് അല്ലേ, ഇതും ഒരു ചാർട്ടാണ്. ഒരു പ്രൈസിൻ്റെ മൊമെൻറ്റ്സ് ആണ് ഈ ഒരു ചാർട്ടിൽ കൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള ചാർട്ടുകൾ കാണാനായിട്ട് സാധിക്കും. സ്റ്റെപ്പ് ലൈൻ ഇതും ഒരു ചാർട്ടാണ്. ആൻഡ് അഗെയിൻ ഹലോ ക്യാൻഡിൽസ് ഇതും ഒരു ചാർട്ടാണ്. റെങ്കോ ഇതും ഒരു ചാർട്ടുകൾ, ഇതും എല്ലാം പലതരത്തിലുള്ള ചാർട്ടുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകളാണ് ട്രേഡിങ്ങിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളും, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 99% ആളുകളും ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ, ഒരു പ്രത്യേക ടൈം ഫ്രെയിമിൽ പ്രൈസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്ന് കാണിക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് പറ്റുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനാണ് ഏറ്റവും സിമ്പിളായിട്ട് പറ്റുന്നത്. ഇവിടെ നമ്മൾ ഓരോ ക്യാൻഡിലുകളായിട്ടാണ് കാണുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു ഇവിടെ ഓരോന്നും ഓരോ ക്യാൻഡിലുകളാണ്. നമുക്ക് പർട്ടിക്കുലർ ടൈം ഫ്രെയിം എന്ന് ഞാൻ പറഞ്ഞല്ലേ, ഏത് നമുക്ക് ടൈം ഫ്രെയിം വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണും, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പലതരത്തിലുള്ള ടൈം ഫ്രെയിമുകൾ. 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 15, 13, 1 അവർ, 4 അവർ, ഡേ, വീക്ക്, മന്ത്, ഇതെല്ലാം ഓരോ തരത്തിലുള്ള ക്യാൻഡിലുകൾ ഏത് ടൈം ഫ്രെയിമിലേക്ക് വേണമെങ്കിലും നമുക്ക് ക്യാൻഡിൽസിന് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ഓരോ ക്യാൻഡിലും സ്വിച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം ഓരോ 3 മിനിറ്റിലും പ്രൈസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. എന്നാൽ 15 മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 15 മിനിറ്റിൽ പ്രൈസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. എന്താണ് റെഡ് ക്യാൻഡിൽ, എന്താണ് ഗ്രീൻ ക്യാൻഡിൽ? നമുക്ക് രണ്ട് തരത്തിലുള്ള കളർ ഓഫ് ക്യാൻഡിൽസിനെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പല വലിപ്പത്തിലുള്ള ക്യാൻഡിലുകളാണ്, പല സൈസിലുള്ളത്, പല വിക്കുകളുള്ളത്, പല കളറുള്ള ക്യാൻഡിലുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിലുകളാണ് ഉള്ളത്. ഒന്ന് ബുള്ളിഷ് ക്യാൻഡിൽ, ഒന്ന് ബെയറിഷ് ക്യാൻഡിൽ. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് മേലേക്ക് കയറി, ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് താഴത്തേക്ക് വന്നു. റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ക്യാൻഡിൽ പ്രൈസ് താഴത്തേക്ക് വന്നു, ഗ്രീൻ ക്യാൻഡിൽ പ്രൈസ് മേലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് താഴേക്ക് വന്നു, ഗ്രീൻ ക്യാൻഡിൽ പ്രൈസ് മേലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ക്യാൻഡിലുകളും ഓരോ തരത്തിലുള്ള സ്വഭാവങ്ങളാണ് നമുക്ക്, മാർക്കറ്റിൻ്റെ ഓരോ തരത്തിലുള്ള സ്വഭാവങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലേ, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് താഴെയായിരിക്കും, ക്ലോസ് ചെയ്യുന്നത് മേലെ ആയിരിക്കും. പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് താഴെയും ക്ലോസ് ചെയ്യുന്നത് മേലെ ആയിരിക്കും. ഒരു ക്യാൻഡിൽ ഒരു ബോഡി വിക്ക് എന്ന് പറയുന്നത് പ്രൈസ് എവിടെ വരെ പോയി എന്നുള്ളത് മാത്രം കാണിക്കുന്നു. എവിടെ ഓപ്പൺ ചെയ്തു, എവിടെ ക്ലോസ് ചെയ്തു എന്നുള്ളത് ബോഡിയിലും ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം. ഇതൊരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിൽ ഈ 5 മിനിറ്റിൽ പ്രൈസ് ചിലപ്പോൾ ഇവിടം വരെ പോയിട്ടുണ്ടാവും, ഇവിടം വരെ വന്നിട്ടുണ്ടാവും. പക്ഷെ ക്ലോസ് ചെയ്ത് ഇവിടെയാണ്, ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഓരോ ക്യാൻഡിലുകളെ
പ്രത്യേകം പ്രത്യേകം വാച്ച് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ കുറച്ച് ക്യാൻഡിലുകൾ കാണാം അല്ലേ? എങ്ങനെയൊക്കെയാണ്? ചില ക്യാൻഡിലുകൾ വരകളുണ്ട്, ഇതിന് വരയുണ്ട്, ഇതിന് വരയുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ ഓരോ ക്യാൻഡിലുകൾ മനസ്സിലാക്കേണ്ട. പ്രൈസ് ഓപ്പൺ ചെയ്ത് ഇവിടെ, ക്ലോസ് ചെയ്ത് ഇവിടെ, എന്നാൽ പ്രൈസ് ഇവിടം വരെ ഒന്ന് വന്നായിരുന്നു, എന്നിട്ടാണ് പ്രൈസ് മേലേക്ക് കയറിപ്പോയത് എന്നാണ് നമ്മൾ ഓരോ ക്യാൻഡിലുകളും കാണുമ്പോൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു സിനാരിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ലൈവ് മാർക്കറ്റിൽ ക്യാൻഡിലുകളെ നമ്മൾ റീഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ലൈവ് മാർക്കറ്റിലെ ക്യാൻഡിലുകളെ റീഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ പ്രൈസ് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്, ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. എന്നാൽ ഒരു 2 മിനിറ്റ് 19 സെക്കൻഡും കൂടെ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ നമ്മൾ അവിടെ ക്യാൻഡിലുകളെ വ്യത്യസ്തമായ രീതിയിൽ വായിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെന്താണ്? ഇതൊരു റെഡ് ക്യാൻഡിലാണ് അല്ലേ? ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. ഇതെന്താണ്? ഇതും ബെയറിഷ് ക്യാൻഡിലാണ്, സെല്ലിംഗ് പ്രഷറുള്ള ക്യാൻഡിലാണ്. എന്നാൽ ഇതെന്താണ്? ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, മേലേക്ക് കയറുന്ന ഒരു ക്യാൻഡിലാണ്. എന്തുകൊണ്ടായിരിക്കാം അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നത്? രണ്ട് റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷവും സെല്ലേഴ്സ് ഇൻ കൺട്രോൾ ആയിടത്ത് എന്തുകൊണ്ടായിരിക്കും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടതായ ഒരു കാര്യം. താഴത്തേക്ക് മാർക്കറ്റിനെ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ആളെന്ന് പറയുന്നത് സെല്ലേഴ്സ്. ആ സെല്ലേഴ്സിന് അവിടെ മൊമെൻറ്റം ലൂസ് ആകുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം.